അങ്ങനെ കുറേ നാളത്തെ ഗ്യാപ്പിന് ശേഷം ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കാണാൻ പോവാണ് കേട്ടോ. അപ്പോൾ സെലക്സ് മാളിൽ വെച്ചിട്ട് കാണാമെന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. അതേ അങ്ങനെ ഞങ്ങൾ കണ്ടുമുട്ടി, കുറേ സ്നേഹപ്രകടനങ്ങളൊക്കെ നടത്തി. അതിന് ശേഷം ഞങ്ങളിങ്ങനെ ഓരോ ഷോപ്പിലൊക്കെ കയറി ഇറങ്ങാണ്. അപ്പം നമ്മൾ ആദ്യം തന്നെ കയറിയപ്പോൾ നമുക്ക് കുറേ സൺഗ്ലാസ് കണ്ടു. വെറുതെ ഒരാവശ്യമില്ലെങ്കിലും ഞങ്ങൾ വെറുതെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് മനസ്സിലായി എന്ന് തോന്നുന്നു ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നത്. എന്തോരം വലിച്ചിട്ടും വരുന്നുണ്ടായിരുന്നില്ല. പിന്നെ എടുക്കാൻ പറ്റുന്ന ഒരു ഫ്രെയിമൊക്കെ എടുത്ത് ഞങ്ങൾ വെറുതെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. ഇത് കണ്ടപ്പോൾ എനിക്കൊരു മൂവിയിൽ ഡയലോഗ് കണ്ടോ ഓർമ്മ വന്നത്. മനസ്സിലായവരുണ്ടെങ്കിൽ കമൻറ്റ് ഇടണം. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ അടുത്ത ഷോപ്പിൽ കയറി ഉണ്ണിക്ക് ഡ്രസ്സൊക്കെ എടുത്തു. ട്രെൻഡ്സിലാണ് കേട്ടോ, അത്യാവശ്യം കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് നല്ല വിശപ്പിൻ്റെ വിളി വന്നപ്പോൾ ഞങ്ങൾ KFC കയറി ഓർഡർ അടിച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. കുറേ നേരത്തിന് ശേഷം നമുക്ക് ഓർഡർ ചെയ്തതൊക്കെ കിട്ടി. പിന്നെ ഞങ്ങൾ ഒട്ടും വെയിറ്റ് ചെയ്തില്ല, ഫുഡൊക്കെ എടുത്ത് വെച്ച് കഴിച്ചൊക്കെ തുടങ്ങി. കുറേ വിശേഷങ്ങളും വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ആസ്വദിച്ച് ചിരിച്ച് കളിച്ചൊക്കെ ഞങ്ങളിങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. പെട്ടെന്ന് വയറ് നിറഞ്ഞ പോലെ തോന്നി കേട്ടോ. എന്താ ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിന് കിട്ടുന്ന സന്തോഷം കൊണ്ട് നമുക്ക് വയറ് നിറയെന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു ഫീലാണെന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് ഓർഡർ ചെയ്ത് ഫുള്ളൊന്നും കഴിക്കാനൊന്നും പറ്റിയില്ല. ഞങ്ങൾ പറ്റുന്നത് അത്രയും കഴിച്ചു. 3 മണിക്ക് ബസ് ഉണ്ടായിരുന്ന കാരണം പിന്നെ ഞങ്ങൾ അധികം കറങ്ങാനൊന്നും നിന്നില്ല, വേഗം ഇറങ്ങി കേട്ടോ. കാണാതിരുന്നപ്പോൾ കാത്തിരിപ്പിനായിരുന്നു വേദന. പക്ഷേ കണ്ടുമുട്ടിയതിന് ശേഷം യാത്ര പറഞ്ഞ് പിരിയുമ്പോഴാണ് വീണ്ടും കാണുന്നത് വരെയുള്ള ദൂരം എത്ര വേദനിപ്പിക്കുമെന്ന് മനസ്സിലാകുന്നത്. പണ്ട് ആരോ പറഞ്ഞതാണ് കേട്ടോ. പക്ഷേ അത് സത്യമാണ്. ഞങ്ങളുടെ ഓരോ യാത്ര പറച്ചിലും എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് യാത്ര പറയാതിരിക്കാനും പറ്റില്ലല്ലോ. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ ഞങ്ങൾ യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് പോന്നു.